നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നലത്തെ രണ്ട് വാർത്തകളും നമ്മെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു. ഒന്ന്, എമ്പുരാൻ ബുക്കിംഗ് തുടങ്ങി, ബുക്ക് മൈ ഷോ സെർവർ തകർന്നു. സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരുന്ന എമ്പുരാൻ സിനിമയുടെ ബുക്കിംഗ് തുടങ്ങി. ടിക്കറ്റുകൾ ചൂടപ്പം പോലെ വിറ്റഴിയുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. പല തിയേറ്ററുകളിലും റിലീസ് ദിവസത്തെ ടിക്കറ്റുകൾ വിറ്റ് തീർന്ന അവസ്ഥയിൽ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോ പോലും നിലച്ചുപോയ കാഴ്ച. സകല കളക്ഷൻ റെക്കോർഡുകളും എമ്പുരാൻ തകർത്തെറിയുമെന്ന് ഇതോടെ ഏതാണ്ട് ഉറപ്പായി. എമ്പുരാൻ സിനിമ വിജയിക്കുന്നത് നമ്മൾ മലയാളികൾക്ക് അഭിമാനകരമായ കാര്യം തന്നെയാണ്. എന്നാൽ ബുക്ക് മൈ ഷോ എന്ന സെർവർ പോലും തകർന്നു എന്നൊക്കെയുള്ള PR തള്ള്, ഇത് പൂർണ്ണമായി വിശ്വസിക്കാൻ മലയാളികൾ മരയുളകളല്ല. തൊട്ടപ്പുറത്ത് മറ്റൊരു വാർത്ത. മലയാളികളുടെ സ്വന്തം മമ്മൂട്ടിയുടെ വീട്ടിൽ താമസിക്കണോ? ആരാധകർക്കിതാ ഒരു സുവർണ അവസരം. നിങ്ങളുടെ സ്വന്തം മമ്മൂട്ടിയുടെ വീട്ടിൽ അതിഥിയായി തങ്ങണോ? മമ്മൂട്ടിയുടെയോ ദുൽഖറിൻ്റെയോ മുറികളിൽ താമസിക്കണോ? മമ്മൂട്ടി കുടുംബം തങ്ങളുടെ സന്തോഷം പങ്കിട്ട സ്വീകരണ മുറിയിലും പുൽത്തകടിയിലും ഊണുമുറിയിലും ഇരുന്ന് സൊറ പറയണോ? എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. എങ്കിൽ അല്ല, കൊച്ചി പനമ്പള്ളി നഗറിലെ മമ്മൂട്ടിയുടെയും കുടുംബത്തിൻ്റെയും പഴയ വീട്ടിൽ താമസിച്ച് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇത്തരമൊരു വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ആവേശം തോന്നും. മമ്മൂട്ടിയുടെ ആരാധകർക്ക് അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കാനുള്ള അവസരം തുറന്നുകൊടുത്തു എന്ന് വേണം ധരിക്കാൻ ഈ വാർത്ത കാണുമ്പോൾ. എന്നാൽ സംഗതിയുടെ സത്യാവസ്ഥ അതൊന്നുമല്ല. ഇത് വെറും PR തള്ളു മാത്രമാണ്. വെക്കേഷൻ എക്സ്പീരിയൻസ് എന്ന ഗ്രൂപ്പ് മമ്മൂട്ടിയുടെ വീട് വാടകയ്ക്കെടുക്കുന്നു. ഒരു ഹോട്ടലായി നടത്തുകയാണ് അവരുടെ ലക്ഷ്യം. ബൊട്ടിക് മോഡലിലാണ് വീട് പുതുക്കി പണിതിരിക്കുന്നത്. അവിടെ സ്റ്റെക്കേഷനുള്ള ബുക്കിംഗ് തുടങ്ങി. ഈ സ്റ്റെക്കേഷനുള്ള ബുക്കിങ്ങിനെയാണ് മമ്മൂട്ടിയുടെ വീട് സന്ദർശിക്കാനുള്ള സുവർണ അവസരം എന്നൊക്കെ അവർ പ്രത്യേകത നൽകി വിശേഷിപ്പിക്കുന്നത്. മമ്മൂട്ടി ജീവിതത്തിൽ നല്ലൊരു പങ്കും ചെലവഴിച്ച വീട്. താരത്തിൻ്റെ ആരാധകർക്ക് സുപരിചിതമായ പനമ്പള്ളിയിലെ വീട്ടിൽ നിങ്ങൾക്കും താമസിക്കാമെന്നൊക്കെയുള്ള പരസ്യവാചകം. KC ജോസഫ് റോഡിലെ ആ വീടാണിപ്പോൾ മമ്മൂട്ടിയുടേത് എന്ന പേരിൽ വ്യാപക പ്രചരണം നടത്തി അവർ വാടകയ്ക്ക് നൽകുന്നത്. ഇവിടെ നിന്ന് മാറി വൈറ്റില അമ്പേലിപ്പാടം റോഡിലെ പുതിയ വീട്ടിലേക്ക് കുടുംബവുമൊത്ത് മെഗാസ്റ്റാർ മാറി താമസിച്ചിട്ട് വർഷങ്ങളായി. മമ്മൂട്ടി വീട് മാറി, പക്ഷെ മമ്മൂട്ടിപ്പാലവും മമ്മൂട്ടിയുടെ വീടുമൊക്കെ കാണാനായി ആരാധകർ ഇപ്പോഴും എത്തുന്നു എന്ന് PR ടീം പറയുന്നു. 2008 മുതൽ 2020 വരെ മമ്മൂട്ടി താമസിച്ച പനമ്പള്ളി നഗറിലെ വീട്, ആ വീട് ഇപ്പോൾ പുതുക്കിപ്പണിത് ഒരു ഹോട്ടൽ ഗ്രൂപ്പ് വാടകയ്ക്കെടുത്തിരിക്കുന്നു. അവർ തങ്ങളുടെ മുറി വിൽക്കാനുള്ള പരസ്യത്തിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു പ്രചരണം നടത്തിയത്. മമ്മൂട്ടിയുടെ വീട് സന്ദർശിക്കാൻ അവസരമുണ്ട് എന്ന് കരുതി ആരാധകരൊക്കെ ഇനി നേരെ പനമ്പള്ളി നഗറിലേക്ക് ഓടിച്ചെല്ലേണ്ട. ഒരു ദിവസത്തേക്ക് ഈ വീടിന് വാടകയായി ഈടാക്കുന്നത് 75,000 രൂപയാണ്. മമ്മൂട്ടി കുടുംബസമേതം താമസിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. 75,000 രൂപ മുടക്കി എത്ര പേർക്ക് അവിടെ താമസിക്കാൻ കഴിയും? 4 വർഷം മുൻപ് തന്നെ മമ്മൂട്ടിയും കുടുംബവുമൊക്കെ അവിടെ നിന്ന് മാറി താമസിച്ചിരുന്നു. വൈറ്റില ജനതയിൽ അമ്പേലിപ്പാടം റോഡിൽ പണിത പുതിയ വീട്ടിലാണ് നിലവിൽ അവർ താമസിക്കുന്നത്. ചുരുക്കത്തിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ പേരുപയോഗിച്ച് വലിയ തോതിൽ PR തള്ളുകൾ. എമ്പുരാൻ സിനിമ വലിയ വിജയം കൈവരിക്കുന്നത് നമ്മൾ അഭിമാനത്തോടെ നോക്കി നിൽക്കും. എന്നാൽ ഇമാതിരി തള്ളുകൾ തള്ളി മലയാളികളെ മരയുളകളാക്കരുത്. ഇന്ത്യയുടെ സകല റെക്കോർഡുകളും എമ്പുരാൻ മറികടക്കുമെന്നൊക്കെയാണ് PR ഗ്രൂപ്പ് പ്രവചിക്കുന്നത്. ആ പ്രവചനം സത്യമാകട്ടെ. ഒട്ടുമിക്ക ജില്ലകളിലെയും എല്ലാ തിയേറ്ററുകളിലും എമ്പുരാൻ തന്നെയാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. 6 മണിക്കുള്ള ഫാൻസ് ഷോയുടെ ടിക്കറ്റുകൾ 2 ആഴ്ച മുമ്പ് തന്നെ വിറ്റഴിഞ്ഞു. മോഹൻലാൽ കൊച്ചിയിൽ ഫാൻസിനോടൊപ്പം ഈ സിനിമ കാണുമെന്ന പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. മാർച്ച് 27-നാണ് ആഗോള റിലീസിനായി ഈ സിനിമ തിയേറ്ററുകളിലെത്തുന്നത്. ലോകം മുഴുവനുമുള്ള സിനിമാ പ്രേമികൾ എമ്പുരാൻ എന്ന സിനിമയ്ക്കായി കാത്തിരിക്കുന്നു. മലയാളം കണ്ട ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ റിലീസിനാണ് സിനിമാ പ്രേമികൾ ഇതോടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ന് എമ്പുരാൻ അണിയറ ശില്പികൾ പറയുന്നു. ഒരു വശത്ത് ആശീർവാദ് സിനിമാസ്, മറുവശത്ത് ലൈക്ക പ്രൊഡക്ഷൻസ്, ഏറ്റവും ഒടുവിൽ ഈ സിനിമാ കമ്പനിയിലേക്ക് എത്തിയ ഗോകുലം മൂവീസ്. ചുരുക്കത്തിൽ ആന്റണി പെരുമ്പാവൂർ, സുഭാസ്കരൻ, ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കേറിയ മലയാള സിനിമ പുറത്തിറക്കാൻ ഒരുങ്ങുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി ഈ സിനിമയെത്തുന്നു. തുടക്കം മുതൽ വിവാദങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ ബഡ്ജറ്റേറിയ ചിത്രം. അതുകൊണ്ട് തന്നെ എമ്പുരാൻ എന്ന സിനിമ നൂൽപ്പാലത്തിലൂടെയായിരുന്നു ഇതുവരെ കടന്നു വന്നത്.
മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും സംബന്ധിച്ച് ഈ സിനിമയുടെ വിജയം അവരുടെ കരിയറിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഈ സിനിമയ്ക്ക് ഇതുവരെ 240 കോടി രൂപ ചെലവ് വന്നുവെന്നാണ് ആശീർവാദ് സിനിമാസ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ തുടക്കം മുതൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിവാദങ്ങളും നമ്മൾ കേട്ടു. തുടക്കത്തിൽ സിനിമയുടെ മുടക്ക് 140 കോടിയോളം വരുമെന്ന് സുരേഷ് കുമാറിനോട് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിടത്തു നിന്നാണ് വിവാദങ്ങളുടെ തുടക്കം. പിന്നീട് മനോരമ ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം സുരേഷ് കുമാർ തുറന്നു പറഞ്ഞു. എന്നാൽ ആശീർവാദിൻ്റെ മുതൽ മുടക്ക് 100 കോടിയിൽ താഴെ മാത്രമാണ്. മുതൽ മുടക്ക് ഇരട്ടിപ്പിച്ച് കാട്ടി ആ പണം ലൈക്കിയിൽ നിന്ന് തട്ടിയെടുക്കാനുള്ള പദ്ധതിയാണ് ആശീർവാദ് സിനിമാസും ആന്റണി പെരുമ്പാവൂരും ഒരുക്കിയത് എന്ന വിവാദങ്ങൾ തുടക്കത്തിൽ കത്തിയിരുന്നു. പിന്നീട് ലൈക്ക പ്രൊഡക്ഷൻസിന് സാമ്പത്തികമായി വന്ന തകർച്ച, ലൈക്ക പ്രൊഡക്ഷൻസ് ഈ എമ്പുരാൻ സിനിമയുടെ നിർമ്മാണത്തിൽ നിന്ന് പിൻവാങ്ങുന്നുവെന്ന വാർത്ത, ഒടുവിൽ ചർച്ചകളും വിവാദങ്ങളുമൊക്കെ മുറുകി. ഇതിനിടയിലാണ് ശ്രീഗോകുലം മൂവീസ് കളത്തിലെത്തുന്നത്. സിനിമയുടെ ഇതുവരെയുള്ള മുതൽ മുടക്ക് ഏകദേശം 220 കോടി എന്നാണ് ഇതിനിടയിൽ ആശീർവാദ് ഫിലിംസ് പറഞ്ഞത്. ഇതിൻ്റെ പകുതി 110 കോടി രൂപയുടെ ഉത്തരവാദിത്തമാണ് ശ്രീഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലൻ ഏറ്റെടുത്തത്. ഇതോടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ റിസ്ക് ഗോകുലം ഗോപാലൻ്റെ തലയിലായി. ഗോകുലം ഗോപാലനെ സംബന്ധിച്ച് ഈ സിനിമയുടെ വിജയത്തെക്കാളുപരി അദ്ദേഹത്തിൻ്റെ പബ്ലിസിറ്റി തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ 220 കോടി കളക്ട് ചെയ്ത് വലിയ നഷ്ടമില്ലാതെ ഈ സിനിമ കലാശിക്കണമെന്ന് മാത്രമാണ് ഗോകുലം ഗോപാലൻ ആഗ്രഹിക്കുന്നത്. തിയേറ്റർ കളക്ഷനുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 150 കോടി രൂപ. അതിലപ്പുറം 90 കോടി രൂപ OTT സാറ്റലൈറ്റ് റൈറ്റുകളിൽ നിന്നവർ പ്രതീക്ഷിക്കുന്നു. മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ഒക്കെ സംബന്ധിച്ച് ഇത് അഭിമാന പ്രശ്നമാണ്. ഏതു വിധേനയും ഈ സിനിമ മുതൽ മുടക്ക് നേടിയിരിക്കണം. അഥവാ ഇത്തരമൊരു സിനിമ മുതൽ മുടക്ക് നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇനിയുള്ള മെഗാ പ്രോജക്റ്റുകളെയൊക്കെ ഈ സിനിമ ബാധിക്കും. അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ടെൻഷനും. വിജയുടെ ലിയോ അടക്കമുള്ള സിനിമകൾ എമ്പുരാൻ്റെ മുന്നിൽ തകർന്നടിയുമെന്ന പ്രവചനമാണ് ഇപ്പോൾ ഒരു വശത്ത് ആശീർവാദ് സിനിമാസും ഈ സിനിമയുടെ PR ടീമുമൊക്കെ നടത്തുന്നത്. KGF അടക്കമുള്ള സിനിമകൾ നിലംപൊത്തുമത്രേ ഈ എമ്പുരാൻ്റെ മുന്നിൽ. പാൻ ഇന്ത്യൻ സിനിമ എന്ന തലത്തിൽ എമ്പുരാൻ ഇന്ത്യയിൽ കത്തുമെന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ഇതൊക്കെ സത്യമാകട്ടെ എന്ന് നമ്മൾ മലയാളികൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ അമിത തള്ള് അത് ആപത്താണ് എന്ന് പല സിനിമകളുടെ പശ്ചാത്തലം നമുക്ക് പറഞ്ഞു തരുന്നു. അതിലൊന്ന് ഒടിയൻ തന്നെ, മറ്റൊന്ന് വാലിബൻ എന്ന സിനിമ, പിന്നെ ബെറോസ് എന്ന അനുഭവം. മോഹൻലാലിൻ്റെ തള്ളുകൾ അഥവാ ആശീർവാദിൻ്റെ PR ടീം ഇപ്പോൾ നടത്തുന്ന തള്ളുകൾ ഈ സിനിമയുടെ വാണിജ്യ വിജയത്തിനാണ് എന്ന് നമുക്ക് കണക്കുകൂട്ടാം. എന്നാൽ തൊട്ടപ്പുറത്ത് മമ്മൂട്ടിയുടെ വീട് വാടകയ്ക്കെടുത്തവർ മമ്മൂട്ടിയുടെ പേരിൽ നടത്തുന്ന ഇത്തരം പ്രചരണങ്ങൾ അത് പൂർണ്ണമായി അംഗീകരിക്കാൻ നമ്മൾ മലയാളികൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ വെറും മരയുളകളല്ല എന്ന് പറഞ്ഞു വെക്കേണ്ടി വരുന്നത്. ഇപ്പോഴും ഈ തള്ളിൻ്റെ സമയത്തും ബുക്ക് മൈ ഷോ പൊളിഞ്ഞുവെന്ന് പ്രചരിപ്പിച്ച സമയത്തുമൊക്കെ ഇഷ്ടംപോലെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ മലയാളികൾക്ക് സാധിക്കുമായിരുന്നു എന്ന് ഒട്ടനവധി മലയാളികളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. അവരുടെ വാക്കുകളെ ഇത്ര കണ്ട് പരിഹസിക്കരുത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.